വിശാൽ വി പൈ ട്രാവൽ ഓഫിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫുഡ് ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ വ്ളോഗാണ് ഇന്ന് പ്ലാൻ ചെയ്യുന്നത്. അതിനായി ഞാൻ നിൽക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ കോഴഞ്ചേരിയിൽ നല്ല രീതിയിൽ പ്രവർത്തിച്ചു പോകുന്ന മാസ്റ്റേഴ്സ് കിച്ചൺ റെസ്റ്റോറൻറ്റിലാണ്. ജില്ലയിലെ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് റെസ്റ്റോറൻറ്റ് എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ കഴിഞ്ഞ 5 വർഷമായിട്ട് പ്രവർത്തിച്ചു പോകുന്നൊരു റെസ്റ്റോറൻറ്റാണ് മാസ്റ്റേഴ്സ്. കഴിഞ്ഞ 2 വർഷമായിട്ട് ഞാൻ മാസ്റ്റേഴ്സിൻ്റെ ഒരു സ്ഥിരം കസ്റ്റമറാണ്. ഫുഡ് ലവേഴ്സിനെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള അവരുടെ ഫുഡിൻ്റെ പ്രിപ്പറേഷനും അതുപോലെ തന്നെ ഫുഡിൻ്റെ ക്വാളിറ്റിയും ടേസ്റ്റും അതുപോലെ തന്നെ അവർ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസും ഓവറോൾ ആംബിയൻസും ഒരു രക്ഷയുമില്ല. ഇത് തന്നെയാകാം മറ്റ് റെസ്റ്റോറൻറ്റുകളിൽ നിന്ന് മാസ്റ്റേഴ്സിനെ വ്യത്യസ്തമാക്കുന്നത്. പലപ്പോഴായി എനിക്ക് ഇവിടുന്ന് കിട്ടിയിരുന്ന പോസിറ്റീവ് വൈബ് ഞാൻ പല ആൾക്കാരുമായിട്ട് ഷെയർ ചെയ്യാറുണ്ട്, വാട്സപ്പ് വഴിയും ഫേസ്ബുക്ക് വഴിയും. അവരിവിടെ വന്ന് കഴിച്ചിട്ട് റിവ്യൂ ചെയ്തിട്ട് നമ്മളോടും നല്ലൊരു ഫീഡ്ബാക്കാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാൻ വേണ്ടി എന്നെ പ്രേരിപ്പിച്ചതും. സിഗ്നേച്ചർ ഡിഷുകളുടെ കലവറയാണ് മാസ്റ്റേഴ്സ്. എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നും കുറച്ച് ഡിഷസ്, അതായത് നിങ്ങളൊരു മാസ്റ്റേഴ്സിൽ വന്നാൽ കണ്ണും പൂട്ടി ഓർഡർ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഡിഷസ് നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുന്നുണ്ടാവും. അപ്പോൾ ഞാൻ ഫ്രണ്ട്സൊക്കെ ആയിട്ടാണ് വന്നത്, കൂടെ അച്ഛനും ഉണ്ട്. ബാക്കി വിശേഷങ്ങളൊക്കെ മോളിൽ പോയി കാണാം. മാസ്റ്റേഴ്സിൻ്റെ വിജയം വിദ്യാർത്ഥിയിൽ സ്റ്റാർട്ട് ചെയ്തു. ഇദ്ദേഹമാണ് മാസ്റ്റേഴ്സിൻ്റെ കപ്പിത്താൻ എന്ന് പറയുന്നത്. സ്നേഹത്തോടെ ഞങ്ങൾ റിജാൻ എന്നാണ് വിളിക്കുന്നത്. റിജാൻ ഒരു സ്പെഷ്യൽ സംഭവം ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താ റിജാൻ ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റം? നമ്മൾ നോർമലി നമ്മൾ നോർത്ത് ഇന്ത്യയിലും ബാർബിക്യൂ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. ഇന്ന് നമുക്ക് അവിടെ സ്പെഷ്യലായിട്ട് ഫിഷ് ബാർബിക്യൂ, കരിമീൻ പൊള്ളിച്ചത്, കപ്പ എല്ല് കറി, പൊറോട്ട, ചപ്പാത്തി, പാലപ്പം, ചിക്കൻ സ്റ്റൂ എന്നുള്ള നാടൻ വിഭവങ്ങളാണ് നമ്മൾ സ്പെഷ്യലായിട്ട് നമുക്ക് കംപ്ലീറ്റ്ലി പ്യുവർലി നാടൻ വിഭവങ്ങൾ. പിന്നെ ചൈനീസ് നോർത്ത് ഇന്ത്യൻ വിഭവങ്ങൾ കൂടാതെ നമ്മുടെ സ്പെഷ്യാലിറ്റി ഐറ്റംസ് ഒക്കെയാണ്. അത് തീർച്ചയായിട്ടും ഏറ്റവും വിജയകരമായ രീതിയിൽ നമ്മുടെ ഒരു ഫ്യൂഷൻ മസാലയാക്കി ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അത് ടേസ്റ്റ് ചെയ്ത് നോക്കാം, അതിൻ്റെ പ്രിപ്പറേഷനിലേക്ക് കാണാൻ നമുക്ക് കാണാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പം റംജാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ആ സ്പെഷ്യൽ ഫിഷ് ബാർബിക്യൂവിൻ്റെ പ്രിപ്പറേഷനിലേക്ക് പോകാം. उड़ीसा। मास्टर्स में कितना साल हो गया? हमको 2 इयर्स हो गया। पूरा स्पेशल आइटम बनाता है। വേറൊരു സ്പെഷ്യൽ ഐറ്റം കൂടെ അരങ്ങിൽ ഒരുങ്ങുന്നുണ്ട്. അത് നമുക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത് മാസ്റ്റേഴ്സിൻ്റെ കൂടെ 7 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള അനുചേട്ടനാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം. അപ്പോൾ കരിമീൻ പൊള്ളിച്ചതാണ് ആ സ്പെഷ്യൽ ഐറ്റം. അപ്പോൾ അനുചേട്ടൻ അതെങ്ങനെയാണ് നമുക്ക് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് പറഞ്ഞു തരുന്നുണ്ടാവും. അനുചേട്ടാ, എങ്ങനെയാണ് അത്? ഇത് കരിമീന് ഹാഫ് ഫ്രൈ ആണ്, കുക്ക് ചെയ്താണ്. പിന്നെ മസാല ചെയ്തിട്ടുണ്ട്, ഓണിയൻ ഫ്രൈ ചെയ്തിട്ടുണ്ട്. അത് എല്ലാം കൂടെ ചേർത്ത് പിന്നെ വള്ളിയിൽ കെട്ടി തവയിൽ വെച്ച് ഫ്രൈ പൊള്ളിച്ചെടുക്കാം. ഇത് കരിമീൻ നമ്മൾ ആദ്യം എണ്ണയിലിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് അതെ അതെ അതെ. ഇലയിലൊക്കെ ഇങ്ങനെ പൊതിഞ്ഞ് നല്ല അടിപൊളിയാക്കി വെച്ചിരിക്കുകയാണ്.
അപ്പോൾ ഇനി ജസ്റ്റ് തവയെ വെച്ചൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി. കൂടുതൽ സമയം കളയുന്നില്ല. ഇതൊക്കെ ഉണ്ടാക്കുന്ന കണ്ടിട്ട് വിശപ്പിച്ച് കണ്ണ് കാണാൻ പോലും വരുന്നില്ല. അതുകൊണ്ട് നമുക്ക് സെർവിങ് ടേബിളിലേക്ക് പോകാം. അടിപൊളി ഡിഷസൊക്കെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫ്രണ്ടിൽ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. കണ്ടിട്ട് തന്നെ കൊതിയാകും. ഇതൊക്കെയാണ് ഞങ്ങളുടെ ഫ്രണ്ട്സ്. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ പലപ്പോഴും ഒരു കൂട്ടമായിട്ടാണ് പോകുന്നത്. എല്ലാവരും എംപ്ലോയീസ് തന്നെയാണ്. ഞങ്ങൾ ഫുഡ് ലവേഴ്സ് ആയതുകൊണ്ട് തന്നെ പലയിടത്ത് എത്നിക് ഫുഡ് നമ്മൾ കഴിക്കാനായിട്ട് നമ്മൾ പോകാറുണ്ട്. ഫുഡിൻ്റെ വിവരങ്ങളെല്ലാം മാസ്റ്റേഴ്സിന് ഓണറായ റെൻചാൻ തന്നെ പറഞ്ഞു തരുന്നുണ്ടാവും. റെൻചാനിലേക്ക് പോകാം. നമുക്കിന്ന് നമ്മുടെ സ്പെഷ്യലായിട്ടുള്ള ഫുഡ് കപ്പ വേവിച്ചത്, എല്ല് കറി, അപ്പം, ചിക്കൻ സ്റ്റൂ, ഫിഷ് ബാർബിക്യൂ, കരിമീൻ പൊള്ളിച്ചത്. അത് കഴിക്കാൻ എല്ലാം തനി നാടൻ ഐറ്റം, യാതൊരു ആർട്ടിഫിഷ്യൽ ഫ്ലേവേഴ്സും ഇല്ലാത്ത നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് മാത്രം ചെയ്തിട്ടുള്ള സാധനം. അത് കഴിച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് അപ്പം സ്റ്റൂവിൽ നിന്ന് തുടങ്ങാം. ഞാൻ അപ്പം സ്റ്റൂവിൽ നിന്നാണ് തുടങ്ങുന്നത്. ഇതിനൊക്കെ ഏതാണെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും നമുക്ക് അപ്പം സ്റ്റൂവിൽ നിന്ന് തുടങ്ങാം. നല്ലൊരു മാസ്റ്റേഴ്സിൻ്റെ അപ്പം വെറൈറ്റിയാണ്. മാസ്റ്റേഴ്സിൻ്റെ ഓണർ ആദ്യമായിട്ട് കാറ്ററിംഗ് സർവീസ് തുടങ്ങിയ സമയത്ത് തന്നെ അവരുടെ അപ്പം ഭയങ്കര ടേസ്റ്റുമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യം അപ്പം തുടങ്ങിയിട്ടുള്ളത്. ഇതിന് മുമ്പ് കഴിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുട്ടും അതുപോലെ തന്നെ ചക്ക അതൊക്കെ കിട്ടുന്ന സാധനമാണ്. എനിക്ക് ഇവിടുത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതിൽ തുടങ്ങി ഇവരൊക്കെ എന്തിനാ തുടങ്ങാറുണ്ട്. ഇവരൊക്കെ സാധാരണ ക്യാമറ കണ്ടുകൊണ്ടാകും ഇവരൊക്കെ ഇച്ചിരി കമ്മി നിൽക്കുന്നത്. ഇന്നത്തെ മാസ്റ്റേഴ്സിൻ്റെ സ്പെഷ്യൽ ഫിഷ് ബാർബിക്യൂ ആണ്. അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ரொம்ப സൂപ്പറാണ്. ഒരു വ്യത്യസ്തമായ സ്പെഷ്യലാണ്. കരിമീൻ പൊള്ളിച്ചതൊന്ന് എടുത്ത് നോക്കുവാണ് എങ്ങനെ ഉണ്ടാകും നോക്കട്ടെ. കെട്ടി അടിപൊളിയാക്കി വെച്ചിരിക്കുകയാണ് നമ്മുടെ അനിച്ചേട്ടൻ. ഓ, വാഴയിലൊക്കെ എന്നൊക്കെ പുതിയ നല്ല കിഡിലിനായിട്ടുള്ള സാധനമാണ്. കഴിച്ചു നോക്കട്ടെ. നല്ല മസാലയുടെ ടേസ്റ്റൊക്കെ ഇട്ട് നല്ല കിഡിലാണ്. കരിമീൻ ആദ്യമേ മസാല തേച്ച് ഫ്രൈ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു നല്ല രുചിയുണ്ട്. കിടിലാണ്. നിങ്ങൾക്ക് ഉറപ്പായിട്ടും വന്ന് ശരിക്കും കണ്ണും പൂട്ടി ഓർഡർ ചെയ്യാൻ പറ്റുന്ന 3-4 വിഭവങ്ങളാണ് ഫിഷ് ബാർബിക്യൂ, കരിമീൻ പൊള്ളിച്ചത്, അതുപോലെ തന്നെ കപ്പയല്ലേറി ഞാൻ നേരത്തെ കഴിച്ചിട്ടുള്ളതായിട്ട് തന്നെ കിടിലനായിട്ടാണ്, സൂപ്പറായിട്ടാണ്. നിങ്ങൾ വന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് പറഞ്ഞാൽ മതി. അല്ല, അത് കുഴപ്പമില്ല. അപ്പോൾ ഞങ്ങളിത് തീർക്കുന്നൊരു തത്രപ്പാടിലാണ്. തീർത്ത് കഴിഞ്ഞിട്ട് വരാം. കാരണം ക്യാമറ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ മമ്മി നിൽക്കുകയാണ്. അപ്പോൾ തീർത്തിട്ട് ബാക്കി വീഡിയോയിലേക്ക് വരാം. വിശാൽ പറഞ്ഞ പോലെ തന്നെ നമുക്ക്
കപ്പ എല്ലാവരും ഒന്ന് ടെസ്റ്റ് ചെയ്യാം. ഏറ്റവും സ്പെഷ്യൽ എന്നാണ് അവന് പറഞ്ഞത്. ഞാൻ ടേസ്റ്റ് അറിയുന്നത് നമുക്കറിയാം. ഏതായാലും ഞാനും ഹരീഷും കൂടെ ആദ്യം ടെസ്റ്റ് ചെയ്യുക. അതിനുശേഷം ഞങ്ങൾ പ്രശ്നം കൊടുക്കുന്നതാണ്. ഇന്നത്തെ അംഗം കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ന് ശരിക്കും മാസ്റ്റേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ ഡിഷും എല്ലാ ഡിഷസാണ്. ശരിക്കും ബോട്ടം ഓഫ് ദി ഹാർട്ടിൽ കൂടെയാണ്. അപ്പം വെല്ലുകറി നമ്മൾ നേരത്തെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് റിവ്യൂ ചെയ്യാൻ വേണ്ടി വിചാരോട് ചോദിച്ചാണ് എടുത്തത്. അതുപോലെ തന്നെ പുതിയതായിട്ട് നമ്മളിത് പ്രൊവൈഡ് ചെയ്ത ഫിഷ് ബാർബിക്യൂ, അതുപോലെ തന്നെ കരിമീൻ പൊള്ളിച്ചത്, അതുപോലെ തന്നെ പുട്ടും അപ്പവും സ്റ്റൂ. ഇത് നിങ്ങൾ കണ്ണും പൂട്ടി ഇവിടെ വന്ന് ഓർഡർ ചെയ്യാൻ പറ്റുന്ന കുറേ ഡിഷസാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരേ ഫീലിംഗ് ആണ്. കാരണം ആ രീതിയിലുള്ള ഇവിടെ ക്വാളിറ്റി ഫുഡ്, അതുപോലെ തന്നെ ഒരു ആംബിയൻസ് ഇവിടെ കണ്ടില്ലേ, ഒരു ആംബിയൻസ് സെറ്റപ്പ് ആണെങ്കിൽ ഇൻറ്റീരിയറൊക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് ആൾക്കാർക്ക് നല്ലൊരു ഫീൽ കിട്ടുന്ന രീതിയിലാണ് ശരിക്കും മൊത്തത്തിൽ മെയിൻ്റെനൻസ് ഇരിക്കുന്നത് തന്നെ. എങ്ങനെയുണ്ട് ഷാബാദ്? നേരിട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്തായിരിക്കും ഏറ്റവും നല്ലത്. ഇപ്പം മറ്റൊരു വീഡിയോ കാണുന്നത് വരെ ബൈ. അപ്പോൾ ഇൻറ്റീരിയറും ഇവിടുത്തെ ആംബിയൻസും ഒക്കെ നിങ്ങൾ കണ്ടു കാണുമല്ലോ. മാസ്റ്റേഴ്സിന് ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് ഞാൻ കാണുന്ന ഇവിടുത്തെ പാർക്കിംഗ് ഫെസിലിറ്റിയാണ്. തിരുവല്ലാക്കുമ്പഴ ഹൈവേയിലായതുകൊണ്ടും കോഴഞ്ചേരിയുടെ മധ്യഭാഗത്തായതുകൊണ്ടും പാർക്കിംഗ് ഫെസിലിറ്റിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു 6 മണിക്ക് ശേഷം നിങ്ങൾ ഇവിടെ എത്തുവാണെങ്കിൽ ഈ ലൈറ്റിംഗ് സെറ്റപ്പോടെ ഒരു ആംബിയൻസോടെ നിങ്ങൾക്ക് ഫുഡ് കഴിച്ച് നല്ലതായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ നിങ്ങൾ 6 മണിക്ക് ശേഷം വരാൻ നോക്കുക, എൻജോയ് ചെയ്യുക.